ആശയം സ്ത്രീകളല്ല പിന്നെ സ്ത്രീകൾക്കല്ല സ്വാതന്ത്ര്യം കിട്ടുക. ആണുങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം, അവന്മാർ കിടന്നുണ്ടാക്കണം. പുരുഷ കമ്മീഷനൊക്കെ വരേണ്ടത് ഇസ്ലാമിലെ ആണുങ്ങൾക്കാണ്. അവങ്ങ അവറ്റള പെട്ട് കിടക്കുന്നത് സത്യത്തിൽ മണ്ടന്മാർക്ക് അറിയാത്തതുകൊണ്ടാ. ഏറ്റവും പെട്ട് കിടക്കുന്നത് അവരാണ്. ഒരു പെണ്ണിനെ കെട്ടണമെങ്കിൽ ഇത്ര തുക അങ്ങോട്ട് കൊണ്ട് കൊടുക്കണം. ഇവർക്ക് ഇതുവരെയും കംപ്ലൈന്റ് ചെയ്യാൻ അറിഞ്ഞൂടാ. സ്ത്രീധനമാണ് ചോദിക്കുന്ന പെണ്ണ്, മഹർ എന്ന രീതിയിൽ സ്ത്രീധനമാണ് ചോദിക്കുന്നത്. ഈ ഇന്ത്യൻ നിയമപ്രകാരം സ്ത്രീധനം നിരോധിക്കപ്പെട്ടൊരു രാജ്യത്ത് പെണ്ണിന് സ്ത്രീധനം കൊടുത്താലേ പെണ്ണ് കിട്ടുകയുള്ളതാണ് ഇസ്ലാം പറയുന്നത്. പെണ്ണിനെ സെക്യൂർ ആക്കാൻ, പെണ്ണിനെ നോക്കാൻ കഴിയുള്ളൂ കെട്ടിയാതി എന്നാ ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നത്. അതിന്റെ അർത്ഥം മനസ്സിലാവുന്നില്ലേ എന്താണെന്ന്? അതേപോലെ തന്നെ ഉമ്മായെ പരിഗണിക്കണം, ഉമ്മായെ നോക്കണം. ഇത് ആണുങ്ങൾ എന്താ കഴുതകളാണോ ഇതത്രയും ചുമക്കാനായിട്ട്? പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. പെണ്ണിന്റെ സ്വത്തിന് ഉമ്മ അവകാശി എന്നും പറയേണ്ട കാര്യമില്ല. പക്ഷെ ആണുങ്ങളുടെ സ്വത്തിന് ഉമ്മ അവകാശിയാ. അപ്പൊ ഉമ്മായെ നോക്കിയേ പറ്റുള്ളൂ. തല്ലും പുല്ലും തിരിയാക്കൂല. ഇപ്പൊ പെട്ട് കിടക്കണ ആരാ? ആണുങ്ങൾ തന്നെയാണോ? സത്യത്തിൽ അവരെ പറ്റി പറയാനോ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു മനുഷ്യരും ഇല്ല. ഇസ്ലാമിലെ ആണുങ്ങളാണ് ഏറ്റവും പെട്ട് കിടക്കുന്നത്. പിന്നെ എന്താണെന്ന് അറിയാമോ, ഈ പെണ്ണുങ്ങൾക്ക് ആ ബോധം തിരിച്ചറിവില്ല. ഇനി വിവാഹമോചനം എടുക്കുക, പെണ്ണുങ്ങൾക്ക് രണ്ടാ നിയമം, കുല എന്നും ഫസഹ് എന്നും. ഫസഹ് എന്ന് പറഞ്ഞാൽ എഴിച്ചു പോടാന്നറിയാം, എനിക്ക് ഇന്നെ വേണ്ടാന്ന് പറഞ്ഞാൽ തീർന്നു, ആ ബന്ധം അവിടെ കഴിഞ്ഞു. പക്ഷെ കൊച്ചിന് ചെലവിന് കൊടുക്കണോ? കൊടുത്തേ പറ്റുള്ളൂ. ജീവനാംശം കൊടുക്കണോ? കൊടുക്കണം. ഖുല എന്ന് പറയുന്നത് ഇവളുടെ പേർക്ക് എന്തെങ്കിലും അവൻ വാങ്ങിച്ച സാധനമാണെങ്കിൽ പോലും അവളുടെ സ്വത്ത് വകകൾ എന്തെങ്കിലും അവന്റെ കയ്യിലുണ്ടെങ്കിൽ അത് തിരിച്ചു വാങ്ങിക്കാൻ ഡിമാൻഡ് ചെയ്യാനുള്ള സാധനമാണ് ഈ ഖുല എന്ന് പറയുന്നത്. പ്രൊനൗൺസിയേഷൻ തെറ്റായിരിക്കും, അത് നിങ്ങൾ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക. അപ്പൊ അതുണ്ട്. അതേസമയം ഇവർക്കുള്ള തലാക്ക് 1, 2, 2 ചൊല്ലി 3 ചൊല്ലി മുത്തലാഖ് എന്ന് പറയുന്നത്, അത് 3 ഘട്ടങ്ങളായി അതിനകത്ത് 100 നിയമങ്ങൾ കുത്തിക്കയറ്റിയിട്ടുള്ള ഒരു തലാഖാണ് അവരെ കയ്യിലുള്ളത്. അതിനകത്ത് ഒരുപാട് രീതിയിലുള്ള ക്ലൗസുകളുണ്ട്. അതായത് എങ്ങനെയാ പറയാ, ഒന്നാമത്തെ ഇത് കഴിഞ്ഞിട്ട് നിയമം മൂലം നോക്കും. പെണ്ണ് പ്രഗ്നന്റ് ആണെന്നോ പെണ്ണിന് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ബാധ്യതയോ അവള് പറ്റൂല എന്ന് പറഞ്ഞാൽ നടക്കൂല. അവള് പറ്റൂല എന്ന് കട്ടാറായിട്ടാ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കൂല. ഇവരുടെ തലാക്ക് ചെല്ലുപടിയാവത്തില്ല. അത് പെണ്ണുങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള ഗ്രാഹ്യമില്ലായ്മ കൊണ്ടാണ് ഇതിങ്ങനെ പോകുന്നത്. ഏറ്റവും ശക്തരായ സ്ത്രീകൾ മുസ്ലിങ്ങൾ തന്നെയാണ്. പക്ഷെ അത് അറിഞ്ഞുകൂടാതിരിക്കുന്നതും അവരാണ്. അവയർനെസ് ഇല്ലാത്തതും അവർക്കാണ്. ഒന്നും നിർബന്ധിക്കാൻ പാടില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് ഈ നിർബന്ധങ്ങൾ അതിനകത്ത് വരുന്നത്? ഇത് ചോദിക്കാനും ഇത് പഠിക്കാനും പെൺകുട്ടികൾ മെനക്കെടുന്നില്ല. പെൺകുട്ടികളെ ഈ മതം പഠിപ്പിക്കാമെങ്കിൽ ഈ കുത്തിക്കഴപ്പ് ഈ പറയുന്ന കൃസംഖികൾക്ക് സംഖ്യകൾക്ക് മാത്രമല്ല, ഇതിനകത്ത് കള്ളം പറഞ്ഞുകൊണ്ട് തിന്നുകൊണ്ടിരിക്കുന്ന പണ്ഡിതന്മാർക്ക് വരെ മൂക്ക് കയറിടാൻ പറ്റുമെന്നാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. മതവിശ്വാസത്തിലായിരുന്നാലും ഇസ്ലാം മതത്തിൽ ജീവിക്കുന്ന ഒരു പെണ്ണിനും സ്വത്തിന്റെ പേരിൽ പരാതി വന്നിട്ടുണ്ടെങ്കിൽ അതിൽ പരം ഒരു മാനക്കേട് വേറെ ഇല്ല എന്നുള്ളത്. ബേസിക്കലി ഞാൻ പറയുന്ന ഒരു കാര്യം, മക്കൾക്ക് സ്വത്തുണ്ടാക്കി കൊടുക്കരുത്. അവരുണ്ടാക്കട്ടെ, അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അവർക്ക് വിദ്യാഭ്യാസം നട്ടലോടുകൂടി തല ഉയർത്തി നിൽക്കാനുള്ള ആർജവം ഉണ്ടാക്കി കൊടുക്കുക, സംസാരിക്കാനുള്ള പ്രാപ്തി ഉണ്ടാക്കി കൊടുക്കുക. അവർക്ക് സ്വത്തുണ്ടാക്കാൻ അവർക്കറിയാം. അവനവന് വേണ്ടത് അവനവൻ സമ്പാദിക്കുന്നിടത്ത് ഈ സ്വത്ത് പ്രശ്നവും വിഷമങ്ങളും തീരും. എന്തിനാണ് ഈ പെമ്മക്കൾക്ക് സ്വത്ത് കെട്ടിച്ചു കൊടുക്കാൻ? അതാണ് ആ ലെവലാണ് മാറേണ്ടത്. പെണ്ണുങ്ങളെ കെട്ടിച്ചു കൊടുക്കാൻ